കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി 27-ന്. ജാമ്യാപേക്ഷയിൽ ഉള്ള വാദം പൂർത്തിയായതോടെയാണ് വിധി പറയാൻ മാറ്റിയത്. വിവരങ്ങളുമായി രമ്യ ചേരുകയാണ്. രമ്യ, എന്താണ് കോടതിയിൽ ഉണ്ടായ വാദഗതികൾ? രോഹിണി, ഈ ഷിംജിത കേസുമായി ബന്ധപ്പെട്ട്, അതായത് ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിലവിൽ മഞ്ചേരി കോടതിയിൽ റിമാൻഡിൽ കഴിയുന്ന ഷിംജിതയുടെ ജാമ്യാപേക്ഷയായിരുന്നു ഇന്ന് കുന്ദമംഗലം കോടതി പരിഗണിച്ചത്. ഈ കേസിലാണ് നിലവിൽ ജാമ്യാപേക്ഷയുള്ള വിധി 27ലേക്ക് മാറ്റിയിട്ടുള്ളത്. വിധി പറയാൻ 27ലേക്ക് കോടതി മാറ്റിയിട്ടുള്ളത്. ഇന്ന് വിശദമായി തന്നെ ഈ കേസിന്റെ വാദം പൂർത്തിയായിരുന്നു. രാവിലെ ഈ കേസ് പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ 3 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് പ്രതിഭാഗത്തിന്റെയും അതുപോലെ തന്നെ വാദിഭാഗത്തിനെയും വിശദമായ വാദം കോടതി കേട്ടു. ഇതിനുശേഷമാണ് ഇതിന്റെ വിധി പറയാൻ 27ലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് ഈ ഷിംജിതയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള ജുനൈദ് കേസ് ഇത്തരത്തിൽ കെട്ടിച്ചമച്ചതാണെന്നും ഷിംജിതയുടെ ആരോപണം ശരിയാണെന്നുമായിരുന്നു കോടതിക്ക് മുന്നിൽ വാദിച്ചത്. എന്നാൽ ഈ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സീനിയ, അതുപോലെ തന്നെ ദീപകിന്റെ മാതാവിന്റെ അഭിഭാഷകനായ രാജഗോപാൽ എന്നിവരായിരുന്നു ഹാജരായിട്ടുണ്ടായിരുന്നത്. ഈ വാദം തെറ്റാണെന്ന് ഇവരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഷിംജിതയുടെ വീഡിയോ സമൂഹത്തിൽ വലിയ തോതിൽ ദീപകിനെ മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നുവെന്നും ഇതാണ് ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു ഈ അഭിഭാഷകർ കോടതിക്ക് മുൻപിൽ ശക്തമായി തന്നെ വാദിച്ചത്. ഈ പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും അതുപോലെ തന്നെ പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും ഈ മോണിമെന്ററി ബെനിഫിറ്റും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റം ചെയ്തതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. കൂടാതെ ഈ സംഭവം നടന്നത് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. കൂടാതെ പ്രതി ദുരുദ്ദേശമായി തന്നെ പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്ത് ദീപകിന്റെ മരിക്കാൻ, അതായത് ഈ പ്രതി ദുരുദ്ദേശപരമായി തന്നെ പകർത്തിയതാണ് ഈ വീഡിയോ. ഇത് പോസ്റ്റ് ചെയ്തതാണ് ഇത്തരത്തിൽ ദീപകിന് മരിക്കാനുണ്ടായ കാരണം. അല്ലാതെ ദീപകിനെ മരിക്കാൻ അല്ലെങ്കിൽ ഈ ആത്മഹത്യക്ക് നയിച്ച മറ്റു കാരണങ്ങളൊന്നും തന്നെ ഇല്ലെന്നും ഈ പോലീസ് റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ ജാമ്യം ലഭിച്ചാൽ പ്രതി ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും മറ്റു ബ്ലോഗർമാർക്ക് ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്യാൻ അതുവഴി കൂടുതൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നുമായിരുന്നു കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. രോഹിണി.